അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ അടക്കമുള്ള എല്ലാ എംപിമാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി തയ്യാറെടുക്കുകയാണ്. അതിനിടയിലാണ് വലിയ വിമർശനവുമായി മുരളീധരൻ വരുന്നത്. എംപിമാർ MLA-മാരായി മത്സരിക്കേണ്ടെന്നാണ് മുരളീധരന്റെ പ്രസ്താവന. അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കുമോ കേരളത്തിലെ നേതാക്കൾ? അല്ല, മുരളീധരൻ ഇപ്പോൾ ഒരു വലിയ വെടി പൊട്ടിച്ചിരിക്കുകയാണ്. അത് മുരളീധരൻ തന്നെ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചാ വിഷയമാണ്. വെടിപൊട്ടിക്കാനുള്ള ആരോഗ്യമെല്ലാം ഇപ്പോൾ മുരളീധരനുണ്ടോ? ഉണ്ട്. കാരണം മുരളീധരൻ ഇപ്പൊ MP അല്ല, MLA അല്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ MLA ആയിട്ട് മത്സരിക്കണം. തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നോക്കി നിന്നു, അത് എങ്ങും എത്താതെ നിൽക്കുകയാണ്. തരൂരിൽ അല്ല, അത് പറയാൻ ഇദ്ദേഹത്തിന് എന്താണ് യോഗ്യത? കഴിഞ്ഞ വടകര MP ആയിരുന്നപ്പോഴാണ് അദ്ദേഹം നേമത്ത് MLA ആയി മത്സരിക്കാൻ വരുന്നത്. അതൊരു ചോദ്യമാണ്. ഇദ്ദേഹത്തിന് പറയാൻ ഒന്നും യോഗ്യതയില്ല. ഇത് ഹൈക്കമാൻഡ് തീരുമാനിക്കണം. അവരുടെ കയ്യിലാണ് ഇപ്പൊ ബോൾ ഇരിക്കുന്നത്. അതിന് ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയിട്ട് കാര്യമില്ല. അതിങ്ങോട്ട് കിട്ടണ്ടേ? ഹൈക്കമാൻഡ് പറയും ആര് മത്സരിക്കണം, ആര് മത്സരിക്കണ്ട, MP ആണോ MLA ആണോ എന്നുള്ളത്. ഈ MP-മാരെ കൊണ്ട് ചിലപ്പോൾ ഹൈക്കമാൻഡ് ചിലപ്പോൾ തയ്യാറാക്കി എന്ന് വരാൻ മത്സരിപ്പിക്കാൻ. കാര്യം എന്താണ്? ഈ ഭരണം ഒരു പരീക്ഷണത്തിന് ചിലപ്പോൾ കോൺഗ്രസ് മുതിരത്തില്ല പുതിയ ആൾക്കാരെ വെച്ച്. എന്തായാലും ഇവരുടെ പാർലമെന്റ് മണ്ഡലത്തിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഇവരുടെ വിജയം ഉറപ്പാക്കാൻ കഴിയും. ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദുമ കേന്ദ്രീകരിച്ച് അങ്ങ് നിൽക്കുകയാണ്. കാരണം അറിയാം, ഉദുമയിൽ നിന്നാൽ ജയിക്കും. നല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ, 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം. പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം കൂടി നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ പൊതുവെ LDF UDF അധികാരത്തിൽ വരും എന്നുള്ള രീതിയിലുള്ള ഒരു വർത്തമാനവും നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് തന്നെ ഇതിന്റെ സാധ്യത കാണുന്നത് കൊണ്ടാണ് ഇനിയിപ്പൊ ഡൽഹിയിലൊന്നും കിടന്നിട്ട് വലിയ കാര്യമില്ല. അവർ മനസ്സിലാക്കുന്നുണ്ട് ഇനി അവിടെ നിന്നിട്ട് ഒരു കഥയുമില്ല. 2019 കുഞ്ഞാലിക്കുട്ടി ഇവിടുന്ന് ചാടിപ്പോയത് MP ആയിട്ട്. മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ എന്തോ ആണെന്നൊക്കെ പറഞ്ഞു പോയതാണ്. എനിക്കൊന്ന് കുഞ്ഞാലിക്കുട്ടി രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും, ഒരു കേന്ദ്രമന്ത്രിയാകാം എന്നുള്ള കണക്കുകൂട്ടലിലാണ്. പണ്ട് അഹമ്മദ് മന്ത്രിയായിട്ടില്ലേ, അതുപോലെ. പക്ഷെ പോയ വണ്ടി തന്നെ തിരിച്ചിങ്ങ് പോരുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോ ഇവിടെ അധികാരം ഇവിടെ ഇല്ല. അതാണ് ഇപ്പൊ പറ്റിയിരിക്കുന്നത്. അടുത്ത എന്തായാലും ഉപമുഖ്യമന്ത്രിയായിട്ട് സ്വപ്നം കണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവര് ഈ വളരെ പ്രധാനികളായിട്ടുള്ളവരാണ് ഈ MP-മാര്. ഇവര് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇവരെ നിർത്തിക്കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ്. ഇപ്പോൾ ബെന്നി ബെഹനാന്, കോഴിക്കോട്ടു നിന്നുള്ള MK രാഘവന്, പിന്നെ ആറ്റിങ്ങൽ കോഴിക്കോടെല്ലാം 2 തെരഞ്ഞെടുപ്പായി കോൺഗ്രസിന് ഒരു സീറ്റ് പോലെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ MK രാഘവൻ അവിടെ നിന്ന് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ MP ആയ പിന്നെ അടൂർ പ്രകാശ് കോന്നിയിലേക്കായിരിക്കും. പിന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നുള്ള MP രാജ്മോഹൻ ഉണ്ണിത്താൻ. അപ്പൊ ഇങ്ങനെ പിന്നെ പത്തനംതിട്ടയിലെ ആന്റണി. ഇനി അതുമല്ല, പിന്നെ ആർത്തി തീരാത്ത ഒരാളുണ്ട് കോൺഗ്രസിനകത്ത്, കൊടിക്കുന്നിൽ സുരേഷ്. 8 തവണ ആയിട്ട് MP ആണ്. അപ്പൊ കാരണം അദ്ദേഹത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ, നിയമസഭയിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനമല്ലേ. അപ്പൊ ഇവരുടെ നോട്ടം അതാണ്. ഇവരൊക്കെ മുതിർന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിലെ. ഇവരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ നിർത്തിയാൽ വിജയിക്കും, ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയുമാണ്. എത്ര പേർക്ക് മന്ത്രി ആകാൻ കഴിയും? അപ്പൊ 21 നിന്ന് അംഗസംഖ്യ, മന്ത്രിമാരുടെ സംഖ്യ കൊടുക്കേണ്ടി വരുമോ? ഇപ്പൊ തന്നെ 140 നിയമസഭാ മണ്ഡലങ്ങൾ തികയത്തില്ല UDF-ന്റെ കണക്കനുസരിച്ച് പോകുമ്പോൾ. ഇനി അതും പോരാഞ്ഞിട്ടാണ് ഘടകകക്ഷികളെ ഇനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. പല വഴികളിൽ ഇങ്ങനെ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുരളീധരൻ, ഇതിൽ മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ വടകരയിൽ മത്സരിച്ചിരുന്നത് മുരളീധരനാണ്. മുരളീധരനെ മാറ്റിയിട്ടാണ് അവിടെ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത്. ഇന്ന് വരുന്ന വാർത്തകൾ ഷാഫി പറമ്പിൽ തിരിച്ച് പാലക്കാട് വരുമെന്നാണ്. അങ്ങനെയാകുമ്പോൾ മുരളീധരൻ വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടി വരും. അവിടെയാണെങ്കിൽ CPM വിജയിക്കുകയും ചെയ്യും, വീണ്ടും തോൽവി. അത് ഞാൻ ചോദിച്ചിട്ട്, മര്യാദയ്ക്ക് കോൺഗ്രസ്സുകാരന്മാർക്ക് വട്ടിയൂർക്കാവിൽ നിന്ന് നല്ല രീതിയിൽ ജനപ്രീതി നേടി നിൽക്കുകയായിരുന്നു മുരളീധരൻ. അവിടുന്നാണ് വടകരയ്ക്ക് കൊണ്ടുപോയത്.
വടകരയിൽ നിന്ന് പിന്നെ ഉടനെ നേമത്ത് കൊണ്ടുപോയി. പിന്നെ വടകര മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ അത് അവിടെ നിന്നിരുന്നെങ്കിലും 24 നിന്നിരുന്നെങ്കിലും മുരളീധരൻ ആ തരംഗത്തിൽ ജയിക്കുമായിരുന്നു. ഉടനെ പിടിച്ച് തൃശ്ശൂർക്ക് കൊണ്ടുപോയി. ഇതുപോലല്ലേ കോന്നിയില് അടൂർ പ്രകാശിനെ കോന്നിയിൽ നിന്ന് വിളിച്ച് ആറ്റിങ്ങൽ കൊണ്ടുപോയി. പോയില്ലേ, മണ്ഡലം പോയില്ലേ. ഇവിടെ വട്ടിയൂർക്കാവ് പ്രശാന്ത് കൊണ്ടുപോയി, കോന്നിയില് ജനീഷ് കുമാർ കൊണ്ടുപോയി. രണ്ടും CPM തന്നെയാണ്. അപ്പൊ ഈ കോൺഗ്രസ്സുകാര് ഇത്തരത്തിലുള്ള കൊനഷ്ട് ഒപ്പിച്ചു വെക്കുന്നതാണ്. കയ്യിലിരിക്കുന്ന മണ്ഡലം കൊണ്ടുപോയി കളഞ്ഞു കുളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മുരളീധരൻ ഇപ്പോൾ ഒരിടത്തും സീറ്റില്ലാതെ നിൽക്കുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഇനി മുരളീധരനെ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും നിർത്തി സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ജയസാധ്യത ഉള്ളിടം തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ. മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടി ഹൈക്കമാൻഡിൽ ചിലരൊക്കെ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ഒന്നുകിൽ ഈ മുരളീധരൻ ആദ്യമേ പറഞ്ഞു എനിക്ക് വട്ടിയൂർക്കാവ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ അപകടം മുരളീധരൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അത് തന്നെ എടുത്ത് കൊടുക്കും. കോൺഗ്രസ് മൂന്നാമതാണ്. ഒരിക്കല് CPM മൂന്നാമത് നിന്ന മണ്ഡലമാണ്. TN സീമയായിരുന്നു മത്സരിച്ച്. കുമ്മനം അന്ന് BJP സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് വന്നു. അപ്പം മുരളീധരന് ഇപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, മറ്റ് ചില മണ്ഡലങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. ഗുരുവായൂർ മണ്ഡലം പറയുന്നുണ്ട്. ഇതിപ്പം ഗുരുവായൂർ മണ്ഡലം പറഞ്ഞാലും അത് കോൺഗ്രസ് ഹൈക്കമാൻഡും കൂടി അംഗീകരിക്കണം. ഇനി അവിടെ ഇനി എന്ത് പാടുകയാണെന്ന് അറിയത്തില്ല. എന്തായാലും മുരളീധരനെ ഒതുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നുള്ളതാണ്. മുരളീധരൻ ഗുരുവായൂർ വന്ന എന്തുകൊണ്ടാണ്, പിന്നെ ലീഗിന്റെ. അപ്പോൾ ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് ഇപ്പൊ തയ്യാറാകുന്നുണ്ട് ഭരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അത് കോൺഗ്രസിന് കൊടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ട്. കളമശ്ശേരി ലീഗിന്റെ മണ്ഡലമാണ്. അത് കൊടുത്തിട്ട് കൊച്ചി പകരം വാങ്ങാനായിട്ട് തീർച്ചപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൊച്ചിയിൽ KM ഷാജിയെ കൊണ്ടും നിർത്താനുള്ള ആലോചനയും ഉണ്ട്. കളമശ്ശേരിയിൽ ഇപ്പോൾ വ്യവസായ മന്ത്രി P രാജീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുരളീധരൻ ഈ സേഫ് മണ്ഡലം നോക്കുന്ന ഗുരുവായൂർ. കാരണം ഗുരുവായൂർ സേഫാണ്. ലീഗിന്റെ വോട്ടുണ്ട് നല്ലപോലെ. ആ ലീഗിന്റെ വോട്ടൊക്കെ മുരളീധരന് കിട്ടും, അത് ഉറപ്പുണ്ട്. കോൺഗ്രസ്സുകാരാണെങ്കിലേ ഉള്ളു വിശ്വസിക്കാൻ പറ്റാത്തത് കാലുവാരി. അങ്ങനെ കാലുവാരിയത് മുഴുവൻ അനുഭവവും തൃശ്ശൂരിൽ കിടക്കുകയാണ്. പാലോട് രവിയുടെ ഓഡിയോ സന്ദേശത്തിലുണ്ടല്ലോ കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറുമെന്ന്. അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസിനുള്ളിലും ഇപ്പോൾ ആ അവസ്ഥയിലാണോ മുരളീധരൻ? പക്ഷേ അങ്ങനെ ഒതുക്കി തീർക്കാൻ പറ്റുമോ? മുരളീധരൻ പഴയ മുരളീധരൻ അല്ല. മുരളീധരൻ സ്ട്രോങ് ആണ്. ഇവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞ് മുരളീധരൻ ഒന്നുമില്ലാതിരുന്ന മുരളീധരൻ പുറത്ത് വെറുതെ ഇരിക്കുമോ? എല്ലാ തരത്തിലുള്ള കുത്തിത്തിരിപ്പും മുരളീധരൻ നടത്തി ഇവരുടെയൊക്കെ ഉറക്കം കെടുത്തു എന്നുള്ളതാണ്. ചെന്നിത്തലയായാലും VD സതീശനായാലും മുഖ്യമന്ത്രി ആയാൽ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. മുരളീധരനെ ഈ പോയവർക്കൊക്കെ എന്താണെന്നറിയാം. ഇനി പാർലമെന്റ് സീറ്റിൽ അവർക്ക് അവിടെ നിന്നിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അന്ത്യനാളുകളാണല്ലോ. ആ നാളുകളിൽ ഇവിടെ 5 വർഷം മന്ത്രിയായി ഇരിക്കുക, ശിഷ്ടകാലം അറിയപ്പെടുന്നത് കേരളത്തിന്റെ മുൻ മന്ത്രി ആയിരുന്നു എന്നുള്ള രീതിയിൽ അറിയപ്പെടാമെന്നാണ് ഈ പാർലമെന്റിലേക്ക് പോയ MP-മാരുടെ ആഗ്രഹം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.